ഉണ്ടാക്കാൻ പോണതാണ് അരിക്കൊണ്ടാട്ടം. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. സാധാരണ എല്ലാ പഴയ വീടുകളും പണ്ടൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടതൊക്കെ തന്നെയാണ് അരിക്കൊണ്ടാട്ടം. അപ്പോൾ നമുക്ക് അരിക്കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെയാണ് അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നോക്കാം. അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഗ്ലാസ് പുഴുക്കലരി എടുക്കണത്. അപ്പോൾ 1 ഗ്ലാസ് 2 ഗ്ലാസ്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകി മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം വെള്ളത്തിലിട്ടാൽ മതി, രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരി നന്നായിട്ട് കുതിർന്നു. ഇനി ഞാൻ ഇത് അരയ്ക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ച് അരയ്ക്കാം. വെള്ളത്തിൽ അധികമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അരയ്ക്കാം, നല്ല സ്മൂത്തായിട്ട്. നമ്മൾ മാവ് അരച്ച് വെച്ചു. ഇതിൽ വേണ്ടത്ര ഉപ്പും ഇടണം, അതേപോലെ ജീരകവും ഇടണം. എള്ള് വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഞാൻ ജീരകം ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കണം. ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള മാവാണ്, നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ലൂസാക്കിയാലേ നന്നായിട്ട് വേവുള്ളൂ. ഒരു 3-4 ഗ്ലാസ് വെള്ളം ചേർക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കി ഒഴിച്ചാൽ മതി. ഇത്തിരി വെള്ളം കൂടിയതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. നമുക്കത് മാവ് വേവിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവ് എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കുക. ഇത്ര വെള്ളം മതി കേട്ടോ. ഇത്ര കൺസിസ്റ്റൻസി ആക്കാം. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ട് അരച്ചത്. ഈ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. കുഴപ്പമില്ല. ഇനി നമുക്ക് ജീരകം ചേർക്കാം. ഇതിൻ്റെ മാവിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ജീരകം ചേർക്കണം. ഇപ്പം എനിക്ക് ഇത്ര മാവുള്ള കാരണം 2 സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അടി തട്ടി ഇളക്കണം കേട്ടോ. ഇത് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പണിയുള്ളത്. നന്നായിട്ട് ഇളക്കുക. ഇത് കട്ടയായിട്ട് തീരെ വെള്ളമില്ലാണ്ട് നമുക്ക് പിഴിയാൻ അത്ര പാകമാവണം. ഞങ്ങളുടെ സൈഡിലൊക്കെ ഇതിന് മാവ് കിണ്ടുക എന്നാണ് പറയുക. നമ്മുടെ മാവ് കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം. തീ കുറച്ച് മീഡിയത്തിൽ വെച്ചാൽ മതി. അടി പിടിക്കാണ് നോക്കണം. നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചീഞ്ചിട്ട് ഒരു ഭാഗം പിടിച്ചിട്ട് പെട്ടെന്ന് അടിയിൽ നിന്നും മുളന്നും സൈഡിൽ നിന്നും ഒക്കെ നന്നായിട്ട് ഇളക്കാൻ നോക്കണം കേട്ടോ. പെട്ടെന്ന് ഇളക്കണം. അത് അടി പിടിക്കാണ്ട് നോക്കണം. നല്ലോണം ഇളക്കി കൊടുക്കാൻ വേണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കട്ടയും ഇതാവും. ഇപ്പം തന്നെ വിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലോണം വെന്തു. എന്നാലും ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ആവിയിൽ ഒന്നും കൂടി അത് നല്ലോണം വെന്തോളും. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സേവനാഴിയിൽ പിഴിഞ്ഞിടാം. 5 മിനിറ്റ് കഴിഞ്ഞ് മാവ് തുറന്ന് നോക്കാം. നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിരിക്കട്ടെ. ഇനി തണുത്തിട്ട് നമുക്ക് പിഴിഞ്ഞിടാം. കുറച്ച് തണുത്തു കേട്ടോ. ഇനി നമുക്കത് വേഗം പിഴിഞ്ഞിടാം. പിഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പോളിത്തീൻ്റെ കടലാസ് നിർത്തിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പിഴിഞ്ഞിടാൻ പോണത്. പിഴിഞ്ഞിടുന്നത് നമ്മുടെ സേവനാഴിയില്ലേ, നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കണേ, അത് ഉപയോഗിച്ചാണ് ചെയ്യണത്. സേവനാഴിയിലെ ഈ മുറുക്കിൻ്റെ ചില്ലില്ലേ, അതാട്ടോ ഇടണം. അതിൻ്റെ ഉള്ളിൽ ഒരു എണ്ണ പറ്റാം സൈഡിൽ. ഞാൻ എൻ്റെ സൈഡൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് എണ്ണ കൊണ്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. അത് നിറയ്ക്കാം. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് മാവ് ഹാർഡാവണതിന് മുമ്പ് തന്നെ പിഴിഞ്ഞിടാം. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നിറയ്ക്കണത്. ഇനി നിറച്ചിട്ട് പെട്ടെന്ന് പിഴിഞ്ഞിടാം. അടച്ചു. ഇനി പിഴിയാം കേട്ടോ. ഇതിപ്പോൾ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, നമുക്ക് ഉണങ്ങാനുള്ളതല്ലേ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട കേട്ടോ. അതിപ്പോൾ എങ്ങനെയെങ്കിലും പിഴിയാം. ഏത് ഷേപ്പിലായാലും നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേൽ പിഴിയാം. പക്ഷേ ഇത് ഒന്നിൻ്റെ മീതെ അങ്ങനെ ഒട്ടാണ്ട് നോക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വേർപ്പുറത്ത് ഇടുകയും ചെയ്യാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ, ഒരു ബുദ്ധിമുട്ടില്ല. അതാ കിണ്ടാളും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതോ വറുത്ത് കഴിഞ്ഞാലോ, കുറച്ച് വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാണുകയും ചെയ്യും. പിന്നെ അതുമല്ല, കുട്ടികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കറുമുറ കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പോൾ വറുത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് ഒരു പലഹാരമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു സേവനാഴി ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നിറച്ചിട്ട് നമുക്ക് പിഴിഞ്ഞിടാം. ഇപ്പം ഞാൻ രണ്ടാമതും സേവനാഴി നിറച്ചു. ഇതും കൂടി പിഴിയട്ടെ. എന്നിട്ട് വെയിലത്തിട്ട് നല്ലോണം ഉണക്കണം. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം തന്നെ ചായക്ക് വറുത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് വെയിലത്ത് എടുത്ത്
എന്നിട്ട് വൈകുന്നേരം കാണിച്ചു തരാം കേട്ടോ. ഇതാ അരിക്കൊണ്ടാട്ടം ഉണങ്ങിയിട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നല്ലോണം ഉണക്കിയിട്ട് നമുക്ക് ടിന്നിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ വറുത്ത് കഴിക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കി കുറച്ച് വറക്കട്ടെ, ചായ ഉണ്ടാക്കട്ടെ. അടുപ്പത്ത് എണ്ണ ചൂടായി, നമുക്ക് കൊണ്ടാട്ടം ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈയിൽ വെച്ച് ഒന്ന് താത്തി വെച്ചിട്ട് ഇടുക കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടം ഇട്ടു. ഇനി അത് നിറം മങ്ങാതെ നമുക്കത് വറുത്ത് കോരിയെടുക്കണം, കരിയരുത് കേട്ടോ. അപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും എണ്ണയിൽ ഒന്ന് മുരിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പല്ലിൽ കടിക്കും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അത് നല്ലോണം വീർത്ത് വന്നാൽ തന്നെ മനസ്സിലാവും നമുക്കത് നന്നായി മുരിഞ്ഞു എന്ന്. നമുക്ക് വാങ്ങിയെടുക്കാം, പെട്ടെന്ന് വാങ്ങിയെടുക്കാം. ഇതാ കണ്ടോ, എല്ലാം നമ്മുടെ കൊണ്ടാട്ടനും നല്ല ക്രിസ്പായി. ഇതാ നമ്മൾ കൊണ്ടാട്ടം വറുത്തെടുത്തു. ഇനി നമുക്ക് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. അരിക്കൊണ്ടാട്ടം തയ്യാറായിട്ടോ. നല്ല ക്രിസ്പാണ് കഴിക്കാൻ. ചായയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് അയക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു.